Namaskaram and welcome to another episode of Life Unedited. ശരിക്കും ലൈഫിൻ്റെ ഒരു അൺഎഡിറ്റഡ് ഒരു വേർഷൻ തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെ ഒരു ഓൺട്രപ്രണർ ആയി എന്നുള്ളതിൻ്റെ ചുരുക്കിയുള്ള കഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ പല പാർട്സും അല്ലെങ്കിൽ പല കഥകളും ഞാൻ പല സമയത്തായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയാലായിക്കോട്ടെ അല്ലെങ്കിൽ DMസിലായിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് ആയിക്കോട്ടെ ഒക്കെ ഇതിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ എന്താ ഷോസ് ഒന്നും ചെയ്യുന്നില്ലേ, ഇപ്പോൾ സിനിമയൊന്നും ചെയ്യുന്നില്ലേ, എന്താണ് ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. അതായത് പതിവായിട്ട് കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ കാണുന്നില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീരിയലൊന്നും ചെയ്യുന്നില്ലേ, ചക്കപ്പഴം നിർത്തിയോ, ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ എവിടെ പോയാലും കേൾക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും മക്കളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയി. ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുത് ഇറങ്ങി പുറത്തെത്തുന്ന സമയത്തിനിടയ്ക്ക് എനിക്കൊണ്ട് ഏകദേശം ഒരു 6-7 പേര് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ കാണുന്നില്ലല്ലോ, പ്രോഗ്രാം ഒന്നും ഇല്ലേ, അയ്യോ എന്ത് പറ്റി. അപ്പോൾ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. എപ്പോഴും ഇതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിതിന് ഉത്തരം പറഞ്ഞ് മടുത്തു. അപ്പോൾ മിക്കവാറും ഞാൻ പറയാം ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുക. കാരണം പിന്നെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഈ സെനാരിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ എൻ്റെ മോള് തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അമ്മയാണ് ഫുൾ ടൈം ബിസി, അമ്മ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പതിവായിട്ട് അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ സ്ഥിരം അറിയുന്ന ആളുകൾക്ക് പലർക്കും എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ളത് വലിയ ക്ലൂ ഇല്ല. അതാണല്ലോ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരോടും പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റാവുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ബാക്കി പല കാര്യങ്ങളിലും ഇപ്പോൾ സജീവമല്ലാത്തെന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ അത്തരം ചില കാര്യങ്ങളും കൂടെ ചുമ്മാ ഷെയർ ചെയ്ത് പോവാം എന്ന് വിചാരിച്ചു. അത് ഞാൻ പറഞ്ഞത് ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു പോസ്റ്റ്പാർട്ടം ടൈമിൽ, അതായത് ആദ്യം പത്മ ഉണ്ടാവുന്ന സമയത്ത്, അവൾക്കിപ്പോൾ 12 വയസ്സായിട്ടോ, അപ്പോൾ അത്രയും വർഷം മുന്നേ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആൻഡ് പോസ്റ്റ്പാർട്ടം ടൈമിൽ ഉണ്ടായിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകളെ കുറിച്ച്, എത്ര ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു പോസ്റ്റ്പാർട്ടം ടൈം, അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എഴുതിയിട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് അവരുടെ പേഴ്സണൽ സ്റ്റോറീസ് പറഞ്ഞ് കണക്ട് ചെയ്തു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര അധികം ആളുകൾക്ക് ഇത് പുറത്ത് പറയാത്തൊരു സ്റ്റോറിയാണ്, അവരും ഇതേ ജേർണി കൂടെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ വന്ന് കണക്ട് ചെയ്യുകയും അവരുടെ സ്റ്റോറി എന്നോട് പറയുകയൊക്കെ ചെയ്യുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആൻഡ് സംഹൗ അവരുടെ ആ ഒരു ജേർണി അത് കേൾക്കുന്നതിൽ ഞാൻ ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ലിസ്ണർ ആവാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ലോകത്തിന് മുഴുവൻ നിർത്തിവെപ്പിച്ച കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഞാനൊരു റാൻഡം പോസ്റ്റ് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലാണോ ഫേസ്ബുക്കിലെന്തോ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കേൾക്കാം, ഞാനൊരു റാൻഡം സ്ട്രേഞ്ചറായിട്ട് നിങ്ങളെ കേൾക്കാം, നിങ്ങൾ ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി പോലും റിവീൽ ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വെറുതെ സംസാരിക്കാൻ ഞാൻ സ്പേസ് തരാം എന്ന് ഞാൻ പറയുകയും അതിന് ഭയങ്കര ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് അവരുടെ കഥ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ കഥയെല്ലാം കേട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ഷീൽഡും ഇല്ലാണ്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗാർഡും ഇല്ലാതെയാണ് ഞാൻ നിന്ന് ഈ കഥകൾ കേട്ടത്. അതായത് ഇവരുടെ കഥ എടുക്കാൻ മാത്രമുള്ളൊരു കപ്പാസിറ്റി ആ സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഥയിൽ ഇവരെ കഴിഞ്ഞും അധികം ഞാൻ വിഷമിക്കുകയും അവർക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വെൻ്റ് ഔട്ട് കിട്ടി. പക്ഷെ പിന്നെ ഞാൻ ആ കഥ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെവിനെസ് തന്നു. എനിക്ക് എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പോലും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഞാനിങ്ങനെ ഭയങ്കര ഓക്കെ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലല്ല ഉള്ളത് താനും. എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിലുണ്ട് ഡീൽ ചെയ്യാൻ. അതിൻ്റെ കൂടെ ഞാൻ ഈ കഥകളെല്ലാം കൂടെ എടുത്തു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് ക്യാരി ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊന്ന് പ്രിപ്പയർ ആവാണ്ട് ഞാനിങ്ങനെ കഥകൾ കേട്ടു തുടങ്ങിയാൽ പ്രശ്നമാകും. നമ്മൾ ആദ്യം ഒരു ഹെൽപ്പ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആവാണ്ട് നമുക്ക് ഒരാളെയും സഹായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. സോ അവിടെ തൊട്ടാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ട്രാൻസിഷൻ നടന്നത്. ഞാൻ കാര്യമായിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും പഠിക്കണം എന്ന് വിചാരിക്കുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ICFൻ്റെ ഒരു ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിനും ഇതുപോലെ ഓതൻറ്റിക് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നൊരു പരിപാടിയാണ്.
അപ്പോൾ അങ്ങനെ അല്ലാണ്ട് നമുക്ക് ചുമ്മാ ലൈഫ് കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഞാൻ മുന്നൊരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് കോച്ചിങ് എന്ന് പറയുന്നൊരു കരിയർ ആക്ച്വലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലായത്. അപ്പോഴും എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സൈഡിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള നന്നായിട്ട് നമുക്ക് പൈസ തരുന്ന ഒരു കരിയർ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ടെലിവിഷൻ ആയിക്കോട്ടെ, സിനിമയിലൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനൊക്കെ എന്നോട് ആളുകൾ പറയുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എന്തിനാണ് ഇപ്പോൾ ഒരു കരിയർ സ്വിച്ച്, ബിക്കോസ് ഒരു mid-30s നമ്മൾ കരിയർ സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടൊരു ഡിസിഷൻ. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എവിടെ ഉള്ളിൽ തോന്നുമല്ലോ അങ്ങനെയല്ല, ഇതാണ് എൻ്റെ പർപ്പസുമായിട്ട് കുറച്ചും കൂടെ അലൈൻഡ് ആവുക എന്നുള്ളത് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു തോന്നലിൻ്റെ പുറത്ത് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചിറങ്ങുമ്പോഴും എൻ്റെ വിചാരം എനിക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ഈ ഒരു നോളജ് വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന കുറച്ച് ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് അവിടെയും നിന്നില്ല. എൻ്റെ അടുത്തേക്ക് കുറേ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നൊരു സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ ഇതൊരു ഫോമൽ സെറ്റിങ്ങിലേക്ക് മാറ്റാം. എൻ്റെ DM വന്ന് മെസ്സേജ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആൾക്കാർക്കൊരു സഹായം എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്കിതൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ബിക്കമിങ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ co-founder ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുണ്ട് ഉനൈസ്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഇത്തരം തോട്ട്സൊക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇത്തരത്തിലുള്ള ആശയങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആളുടെ ഇതുപോലെയുള്ള കുറേ കോൺസെപ്റ്റുകൾ ഇത് ഭയങ്കരമായിട്ട് അലൈൻഡ് ആയിട്ട് വന്നപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് നമുക്കിങ്ങനൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനും എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു, വാ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങളൊരു കമ്പനിയായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഞാൻ ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ കൂടെ നമുക്ക് പരിചയത്തിലൊക്കെ ഉള്ള ഉനൈസ് ഉൾപ്പെടെയുള്ള കുറേ കോച്ചസ് ഉണ്ട്. അപ്പോൾ ആ കോച്ചസൊക്കെ കൂടെ കൂടുന്നൊരു പ്ലാറ്റ്ഫോം എന്നുള്ള തരത്തിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ വൺസ് നമ്മൾ ക്ലയൻസിനെ ഇങ്ങനെ 1-on-1 നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, കോച്ചിങ് എന്ന് പറഞ്ഞ് വരുന്ന പല ആളുകൾക്കും ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ ഹെൽപ്പ് ആവശ്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ആവശ്യമുള്ള ആൾക്കാരാണ്. അത് റിയലൈസ് ചെയ്യാണ്ടാണ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ കോച്ചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ടേക്കുള്ളൊരു ജേണി ആണെന്നുണ്ടെങ്കിൽ തെറപ്പിയിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പാസ്റ്റിലേക്ക് പോയിട്ട് ഹീൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെറപ്പി തന്നെ വേണം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പ് വേണം. അപ്പം അങ്ങനെ കുറേ പേര് വന്നപ്പോൾ വരുന്ന പകുതിയിലധികം ആൾക്കാരെ നമുക്ക് വേറുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പറഞ്ഞ് റെഫർ ചെയ്ത് വിടേണ്ട ഒരു സ്റ്റേറ്റ് വന്നു. അപ്പം അപ്പോഴും നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും പുറത്തൊക്കെ ഇഷ്ടംപോലെ വേറെ സൈക്കോളജി സെറ്റിങ്സ് ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ട് നമുക്കൊരു ടൈപ്പ് ഉണ്ടാക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ, നമ്മൾ ഇവിടെ ഒരു ടീം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ കുറേ ഇതുപോലെയുള്ള പല പ്ലാറ്റ്ഫോമുകളുമായിട്ടും സംസാരിച്ചു. അവരൊക്കെ ഭയങ്കര ഓപ്പൺ ആയിരുന്നു കേട്ടോ. അവരുടെ റിസോഴ്സുകളൊക്കെ തരാം, അവർ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ തന്നെയാണ് എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും പറഞ്ഞത്. ആൻഡ് ഓൾസോ എനിക്കൊരു സൈഡിലൊരു വിസിബിലിറ്റി ഉള്ളത് കൊണ്ട് അവർക്കും അത് ഗുണം ചെയ്യും എന്നുള്ളത് അവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോൺവെർസേഷൻസൊക്കെ പല ലെവലിലും നടന്നു. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ അത് റിയലൈസേഷൻ ഉണ്ടായി, നമ്മുടെ കോർ വാല്യൂസുമായിട്ട് അവരുടെ വാല്യൂസ് പലതും സെറ്റാവുന്നില്ല. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോഴത്തെ നമ്മുടെ കുറച്ച് ഉദ്ദേശം ഉണ്ടായിരുന്നു, നമുക്ക് ഭയങ്കര റൈറ്റായിട്ടുള്ള പ്രാക്ടീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം, എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് മാത്രം നടത്തുന്ന അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമുള്ളൊരു സ്പേസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഒരിക്കലും പൈസ ആയിരിക്കരുത്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇതെല്ലാമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സ്പേസ് ആക്ച്വലി നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് അത്തരം ഒരു അസോസിയേഷൻ ആ ഒരു സമയത്ത് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്ക് തന്നെ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കളക്ട് ചെയ്ത് ഇത് തുടങ്ങിക്കൂടാന്ന് വിചാരിച്ചു. ഇതിപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര എളുപ്പമാണെങ്കിലും അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം നമുക്ക് ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കണം. പിന്നെ ഈ പറയുമ്പോൾ എനിക്ക് കോച്ചിങ് ആണ് ആ സമയത്ത് എനിക്ക് ആകെ അറിയുന്നതും അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള എക്സ്പെർട്ടൈസ് എനിക്കില്ല. അപ്പം ഇതിനകത്തുള്ള റൈറ്റ് പ്രാക്ടീസസിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്യണം, ഞാൻ പഠിക്കണം, ഞാനൊരു ടീം ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു
ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. വളരെ സ്ലോലി ഞങ്ങൾ രണ്ടുപേരും, അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ കോ ഫൗണ്ടറും നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം, റൈറ്റായിട്ടുള്ള ആൾക്കാർ റൈറ്റായിട്ടുള്ള സമയത്ത് വരും എന്നുള്ളൊരു ബിലീഫ് എപ്പോഴും ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ എനിക്കെപ്പോഴും അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. റൈറ്റായിട്ടുള്ള ആൾക്കാർ ഓരോ സമയത്തായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടുമുട്ടാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജ്വലി നമ്മൾ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുകളെ ആഡ് ചെയ്തു. വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മറ്റുള്ള സൈക്കോളജിസ്റ്റുകൾ, ഇപ്പോൾ വേറെ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും കരിയറും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെയൊക്കെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാക്കി നിർത്താൻ തുടങ്ങി, അസോസിയേറ്റ്സ് ആയിട്ട്. അപ്പോൾ ഇൻ ഹൗസിൽ നമുക്ക് പതുക്കെ ഒരു ടീം ബിൽഡ് ചെയ്ത് വന്നു. പുറത്ത് നമുക്കൊരു അസോസിയേറ്റ്സിൻ്റെ അത്യാവശ്യം വലിയൊരു നെറ്റ്വർക്ക് ഇങ്ങനെ ഫോം ചെയ്ത് വന്നു. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണറിന് പറ്റുന്നൊരു മൈൻഡ് സെറ്റ് അല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് ഫസ്റ്റ് വർക്കാവുക എമ്പതിയാണ്. അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് പല കാര്യങ്ങളിലും ഒരു ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് പുഷ് ചെയ്യാനോ ഡിസിഷൻ എടുക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അവിടെയാണ് ആക്ച്വലി എൻ്റെ ടീം എന്നെ ബാക്ക് ചെയ്യുന്നത്. ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടും ഒരു സൈഡിൽ പൈസ ഇല്ലാണ്ട് നമുക്കിത് റൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എമ്പതി കൊണ്ട് മാത്രം ഇത് റൺ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആകെ പഠിച്ചിട്ടുള്ളത് 2 വർഷം MBA പഠിച്ചിട്ടുണ്ട്, ബിസിനസ് മാനേജ്മെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ആ വർഷം വേസ്റ്റായി എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ കോഴ്സ് പഠിച്ചത് വേസ്റ്റായി എന്നല്ല പറയുന്നത്. അത് തന്നിട്ടുള്ള എക്സ്പോഷറും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. പക്ഷേ അതെന്നെ ഒരിക്കലും ഒരു നല്ല ബിസിനസ്സുകാരിയൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. നമ്മൾ വിചാരിക്കും നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിക്ക് പോയി വൈകുന്നേരം ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു, പിന്നെ നമുക്കൊന്നും കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഷോ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. നേരത്തെ പോലും കുട്ടികൾക്ക് കൊടുത്തിരുന്ന അത്ര സമയം പോലും കൊടുക്കാൻ പറ്റാത്ത വണ്ണം ഇത് സമയം പോലും പ്രശ്നമായി തുടങ്ങുന്നൊരു ഫേസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ആദ്യം മോള് പറഞ്ഞ പോലെ അമ്മ ഇപ്പോൾ ഫുൾ ടൈം തിരക്കുക. അപ്പം സ്വന്തമായിട്ടൊരു സ്ഥാപനം റൺ ചെയ്യുന്നൊരു ഫേസിലേക്ക് എത്തി. നമുക്ക് നല്ലൊരു ടീമുണ്ട്, നമുക്കിവിടെ ഇൻറ്റേർണലി നല്ലൊരു ടീമുണ്ട്, പുറത്ത് നമ്മൾക്ക് കുറേ ബ്യൂട്ടിഫുൾ അസോസിയേഷൻസ് ഉണ്ട്. അങ്ങനെ ബിക്കമിങ് അതിൻ്റെ ഒരു ബേബി ഫേസിൽ നിന്ന് ഇപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദ ജേർണി വാസ് നെവർ ഈസി. എൻ്റെ ടീം അങ്ങനെ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്കൊക്കെ എത്തിയത്. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളങ്ങനെ ഭയങ്കര ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമോ ഒന്നും ചെയ്യുന്നൊരു ഫേസിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മളങ്ങനെ മാസമായിട്ട് ആളുകളിലേക്ക് റീച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വല്ലപ്പോഴും എൻ്റെ ഇൻസ്റ്റഗ്രാം ത്രൂ ഒക്കെ പോസ്റ്റ് ഇടുന്നതൊക്കെ മാത്രമാണ് ബിക്കമിങ്ങിനെ കുറിച്ച് പുറത്തേക്കുള്ള ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവിടെ നമ്മൾ പേടിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരുപാട് പേര് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റായിട്ടുള്ള സർവീസ് ക്യാറ്റർ ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ റൈറ്റായിട്ടുള്ള സർവീസ് ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ട് മതി അത്തരത്തിലുള്ളൊരു മാസിലേക്ക് എത്തിക്കുക എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് വെച്ചത് കൊണ്ട് നമ്മൾ പടിപടിയായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 2.5-3 വർഷത്തോളം ആവുന്നു നമ്മുടെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോഴും പലർക്കും ഇങ്ങനെ ഒരു വശമുള്ള ഒരു കാര്യം അറിയില്ല. അപ്പോൾ എൻ്റെ കൂടുതലും അല്ലെങ്കിൽ എൻ്റെ മെജോറിറ്റി ടൈമും എഫേർട്ടും ഒക്കെ ബിക്കമിങ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, കൊച്ചിയാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടും നിങ്ങൾക്ക് മലയാളി ആയിട്ടുള്ളൊരു കോച്ചിൻ്റെയോ തെറപ്പിസ്റ്റിൻ്റെയോ ഒക്കെ സർവീസ് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ആൻഡ് നമ്മുടെ പ്ലാറ്റ്ഫോമിന് ഉള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സർവീസ് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വൺസ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സെഷൻസ് എടുത്ത് നിങ്ങൾ ഹീൽഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് അത് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോച്ചസിൻ്റെ സർവീസ് കിട്ടും. എൻ്റെ ഇവിടെ ഉള്ളത് എല്ലാവരും ICF നിന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചസാണ്. അപ്പോൾ ഇത് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ നമുക്ക് ടീമിൽ നമുക്ക് ലാക്ടേഷൻ കൺസൾട്ടൻസ് ഉണ്ട്, സെക്സ് തെറാപ്പിസ്റ്റുകളുണ്ട്. അങ്ങനെ എന്തിനാണെങ്കിലും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ. ആ ഒരു ജേർണിയുടെ ബിഗിനിങ്ങിലാണ്. അപ്പം അതാണ് നേരത്തെ പറഞ്ഞതിനുള്ള ഉത്തരം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ലൈഫിന് ഭയങ്കര ഒരു പർപ്പസ് തരുന്നൊരു കാര്യം ചെയ്യുന്ന പോലെയുള്ള സന്തോഷമുണ്ട്. ഒരു സൈഡിൽ വൻ സ്ട്രഗിളുകളുണ്ട്, ടു ബി വെരി ഹോണസ്റ്റ്. അതിപ്പോൾ പൈസ ആയിക്കോട്ടെ, സമയം ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്ഥാപനം റൺ ചെയ്യുക, ബിസിനസ് തുടങ്ങുക എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിൻ്റെ ഒരു പർപ്പസാണ് എന്നുള്ളൊരു തോട്ട് വരുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. എൻഡ് ഓഫ് ദി ഡേ ഐ എം ഹാപ്പി.
അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ആണ് ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് സജീവമായിട്ട് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ കാണാത്തത്. ഞാൻ ലോങ് ടൈം മാറി നിൽക്കേണ്ടി വരുന്ന റിയാലിറ്റി ഷോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസുകളായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, കുറേ അധികം സമയം കമ്മിറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബിക്കമിങ്ങിൻ്റെ ജേണിയും കൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഹിയർ ഇറ്റ് ഈസ്.